ഭക്തി ഉണ്ടാകാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? കഴിഞ്ഞ ദിവസം ഒരു ലേഡി എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം പലപ്പോഴും ഞങ്ങൾ ക്ഷേത്രത്തിൽ പോവും, ഞങ്ങൾ സംസാരിക്കാറൊക്കെ ചെയ്യുന്ന ഒരു ആളാണ്. അപ്പം അവർ പറഞ്ഞു, ഇവിടെ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ സത്സംഗങ്ങളോ അല്ലെങ്കിൽ നാമജപമൊക്കെ ഉള്ളപ്പോൾ ഞാൻ വരും, അതിലൊക്കെ കൂടാറുണ്ട്. അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ചെന്ന് കഴിയുമ്പോൾ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ നിലവിളക്ക് കൊളുത്തും, നാമം ജപിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ പിറ്റേ ദിവസം ചിലപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഞാൻ വിചാരിക്കുമോ ഇന്ന് വേണ്ട, പറ്റില്ല എന്ന് വിചാരിച്ച് വേഗം എന്ത് ചെയ്യുന്നറിയാമോ, വേഗം TV ഓൺ ചെയ്ത് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമെന്ന്. പിന്നെ അതൊരു ശീലമാകും. പിന്നെ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് കേൾക്കുമ്പോഴാണ്, നാമജപം ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ഞാൻ ഓടി വരുന്നത്. അതെന്നാ ചേച്ചി അങ്ങനെയെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവിടെയായി പ്രശ്നം കിടക്കണേ. കാരണം അത് നമ്മൾ മനഃപൂർവ്വം ചെയ്യണം. അതല്ലാതെ ഇപ്പം നാമജപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലേക്ക് വേറെ അത് ചെയ്യണം. അപ്പം നമ്മൾ നാമജപം അത് മുടക്കാതെ അതങ്ങ് ചെയ്യുക. അതോടൊപ്പം തന്നെ അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സത്സംഗങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന ആണ്. ഇന്നിപ്പോൾ അതിന് യാതൊരു വിഷമവുമില്ല. കാരണം നമ്മളുടെ ഈ യൂട്യൂബിൽ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ സപ്താഹങ്ങളുണ്ട്, പ്രഭാഷണങ്ങളുണ്ട്. അതൊക്കെ നമ്മൾക്ക് കേൾക്കാം. പിന്നെ ഭഗവത് കഥകൾ കേൾക്കുക. ഇങ്ങനെയൊക്കെ കുറച്ചങ്ങായി കഴിയുമ്പോഴത്തേക്കും 1-2 ദിവസം കൊണ്ടൊന്നും നമ്മുടെ മനസ്സിനോ ശരീരമൊന്നും ഒരു മാറ്റം ഉണ്ടാവാൻ പോണില്ല. കുറേ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഈ ഭഗവാൻ എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരാളല്ല എന്ന്. അതുവരെ നമ്മൾ ഭഗവാനെ വേറെ നമ്മുടെ വീടും അത്ര ചിന്ത. ഇതങ്ങനെയല്ല. ഭഗവാനോട് നമുക്ക് ആ ഒരു താല്പര്യം വരും. അപ്പം നമുക്കുണ്ടാകുന്ന ഒരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ. അപ്പം നമുക്കതുവരെ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടായി നമ്മുടെ മക്കൾക്കോ നമുക്കൊക്കെ, അപ്പം നമ്മളതിനെക്കുറിച്ച്, പക്ഷേ നമുക്കിങ്ങനെ ഭഗവാനോട് ഇങ്ങനെ ഒരു അടുപ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പറയും, ഭഗവാന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഭഗവാന്റെ കാരുണ്യം എന്ന് നമ്മൾ വിചാരിക്കും. അതേപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ച് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ, പണ്ടാണെങ്കിൽ ഒരു ആഴ്ചത്തേക്ക് പിന്നെ സങ്കടപ്പെടാനും മുഖം വേർപ്പിച്ചിരിക്കാനും ഒക്കെ അത് മതി. അപ്പോൾ അതൊന്നുമില്ല. കാരണം എനിക്ക് അത് കിട്ടിയില്ലേ, അതിനെനിക്ക് അർഹതയില്ലായിരിക്കും. ഭഗവാൻ എനിക്ക് വേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്കത് തന്നേനെ. അപ്പോൾ അതുകൊണ്ട് അത് എനിക്ക് തരണ്ടാത്തതാണ്, അല്ലെങ്കിൽ അത് എനിക്ക് വേണ്ടാത്തതാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ അതായിരിക്കും ശരി. അല്ലാതെ എൻ്റെ തീരുമാനമല്ലല്ലോ അതൊന്നും എന്ന് വിചാരിച്ച് നമുക്ക് വളരെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഏത് കാര്യത്തെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് മനോബലം കിട്ടും, മനസ്സിന് ആ ഒരു ബലം കിട്ടും. അതാണ് ഈ നാമജപത്തിൻ്റെ ഗുണം. അതോടുകൂടി നമുക്ക് ഭക്തിയും നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കും.